മനസ്സിലാക്കാൻ വേണ്ടി സ്റ്റിച്ച് മാർക്കറും വെച്ച് കൊടുക്കാം. ഇങ്ങനെ റൗണ്ടിൽ ചുറ്റും ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് മുകളിലേക്ക് വിടുത്ത് വേണം, കുറച്ചും കൂടി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര വിടുത്ത് വേണമെന്ന് നോക്കിയിട്ട് അത്രയും റൗണ്ട് നമ്മൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഒരു 3 ഇഞ്ചാണെങ്കിൽ വേണ്ടത്, ആ 3 ഇഞ്ച് ഓരോ ചെയിനിലും ഓരോ DC വീതം ചെയ്തിട്ട് ഇങ്ങനെ ഓരോ റൗണ്ട് ചെയ്ത് കൊടുക്കുക. ഒരു 4 റൗണ്ട് 5 റൗണ്ടൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നമ്മൾ ലെങ്ത്ത് കിട്ടും. അപ്പോൾ ആ ലെങ്ത്ത് കിട്ടുന്നവരെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. ഓരോ ചെയിനിലും ഓരോ DC വീതം ചെയ്ത് കൊടുക്കാം. അപ്പോൾ എത്ര റൗണ്ട് ചെയ്തിട്ടാണെന്ന് നിങ്ങൾക്ക് ഇങ്ങനെ ചുറ്റും ഓരോ ചെയിനിലും ഓരോ DC വീതം ചെയ്തെടുക്കുക. അപ്പോൾ എത്ര റൗണ്ട് ചെയ്യുമ്പോഴാണ് നിങ്ങളെ മെഷർമെൻറ്റ് കിട്ടുന്നതെങ്കിൽ അത്രയും റൗണ്ട് വരെ ചെയ്ത് കൊടുക്കുക. എനിക്കിവിടെ ഞാനിവിടെ ജോയിൻ ചെയ്ത ഭാഗം തൊട്ടിട്ട് 1 2 3 4 5 6 7 8 റൗണ്ട് ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ സ്റ്റിച്ച് മാർക്കർ വെച്ച ആ ഒരു സ്റ്റിച്ച് മാർക്കർ എത്തുന്നതിൻ്റെ ഒരു 3 സ്റ്റിച്ച് മുന്നേ നമ്മൾ DC ഒഴിവാക്കി കൊടുക്കുക. ഒരു DC ചെയ്യുക. പിന്നെ അടുത്ത ചെയിനിൽ നമുക്ക് 3 സ്റ്റിച്ച് എത്തുന്നതിന് മുന്നേ അതുവരെ നമ്മൾ ഓരോ ചെയിനിലും ഓരോ DC ചെയ്യുക. ഇനി മൂന്നാമത്തെ ബാക്കിൽ നിന്ന് ലാസ്റ്റിൽ നിന്ന് മൂന്നാമത്തെ സ്റ്റിച്ചിൽ ഒരു ഹാഫ് DC, പിന്നെ അടുത്ത സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച്, അടുത്ത ചെയിനിൽ ഒരു സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ജോയിൻ ചെയ്ത അതേ ഭാഗത്തെത്തും. നമ്മൾ ജോയിൻ ചെയ്യാതെയാണ് ഓരോ ചെയിനിലും ഓരോ DC വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ ആ സ്റ്റിച്ച് മാർക്കിൻ്റെ നേരെ നോക്കിയിട്ട് വേണം ചെയ്യാൻ. ഇനി അടുത്ത റൗണ്ട് ചെയ്യാനായിട്ട് 3 ചെയിൻ ചെയ്യുക. പിന്നെ ഓരോ ചെയിനിലും ഓരോ DC വീതം ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് മാർക്കർ വെക്കാതെ ചെയ്തതുകൊണ്ടാണ് ഇങ്ങനെ സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്തിട്ടില്ല. എല്ലാ ചെയിനിലും ഓരോ DC വീതമാണ് ചെയ്ത് ഇങ്ങനെ റൗണ്ട് 6 റൗണ്ട് 7 റൗണ്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൽ ഈ റൗണ്ടിൽ നമ്മൾ ഓരോ ചെയിനിലും ഓരോ DC വീതം ചെയ്ത് ആ റൗണ്ട് ലാസ്റ്റ് എത്തുന്ന വരെ ഓരോ ചെയിനിലും ഓരോ DC വീതം ചെയ്ത് കൊടുക്കാം. ഓരോ ചെയിനിലും ഓരോ DC വീതം ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് 3 ചെയിൻ ചെയ്ത ആ ഒരു ചെയിൻ എത്തുന്ന വരെ ഈ റൗണ്ടിൽ എല്ലാ ചെയിനിലും ഓരോ DC വീതം ചെയ്യുന്നത്. എല്ലാ ചെയിനിലും DC ചെയ്യുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ലാസ്റ്റ് റൗണ്ടിൽ ഹാഫ് DC ചെയ്ത് അതിൻ്റെ മുകളിലും ഒരു DC ചെയ്യാം. ലാസ്റ്റ് റൗണ്ടിൽ സിംഗിൾ ക്രോഷ്യ ചെയ്ത ആ സ്റ്റിച്ചിൻ്റെ മുകളിലും ഒരു DC ചെയ്യുക. ലാസ്റ്റ് റൗണ്ടിൽ സ്ലീവ് സ്റ്റിച്ച് ചെയ്ത ആ ഒരു ചെയിനിൻ്റെ മുകളിലും ഒരു DC ചെയ്യുക. 3 ചെയിൻ ചെയ്തതിൻ്റെ ടോപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി 1 2 3 3 ചെയിൻ ചെയ്യുക. ഒരു ഫ്രണ്ട് പോസ്റ്റ് സ്റ്റിച്ച്, ഒരു ബാക്ക് പോസ്റ്റ് സ്റ്റിച്ച് എന്നുള്ള ഒരു രീതിക്ക് ചെയ്ത് കൊടുക്കുക. ഒരു ബാക്ക് പോസ്റ്റ് സ്റ്റിച്ച് ചെയ്യുക. അടുത്തത് ഒരു ഫ്രണ്ട് പോസ്റ്റ് സ്റ്റിച്ച് ചെയ്യുക. പിന്നെ അടുത്തത് ഒരു ബാക്ക് പോസ്റ്റ് സ്റ്റിച്ച് ചെയ്യുക. അടുത്തത് ഒരു ഫ്രണ്ട് പോസ്റ്റ് സ്റ്റിച്ച്, ബാക്ക് പോസ്റ്റ് സ്റ്റിച്ച് എന്നുള്ള നമ്മൾ താഴെ സ്റ്റാർട്ടിങ്ങിൽ ചെയ്ത ആ സെയിം പാറ്റേൺ തന്നെ ഇവിടെ ചെയ്ത് കൊടുക്കുക. അപ്പം ഇതിൻ്റെ 2 ഭാഗം കാണാൻ നല്ല ഭംഗിയായിട്ട് കിട്ടും. അതിനാണ് നമ്മളിങ്ങനെ ഫ്രണ്ട് പോസ്റ്റും ബാക്ക് പോസ്റ്റും വെച്ച് ചെയ്യുന്നത്. നമ്മൾ കാലിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ചെയ്തതുപോലെ ചെയ്യുക. ഒരു ചെയിനിൽ ഫ്രണ്ട് പോസ്റ്റ് ചെയ്യുക, ഒരു ചെയിനിൽ ബാക്ക് പോസ്റ്റ് ചെയ്യുക. അങ്ങനെ സെയിം പാറ്റേൺ എത്ര റൗണ്ട് വേണോ അത്രയും റൗണ്ട് ചെയ്ത് കൊടുക്കുക. 3 റൗണ്ടോ 4 റൗണ്ടോ എത്ര റൗണ്ടാണോ നിങ്ങൾക്ക് ലെങ്ത്ത് വേണ്ടത് ആ ലെങ്ത്ത് കിട്ടുന്നവരെ ഒരു ഫ്രണ്ട് പോസ്റ്റ് ഒരു ബാക്ക് പോസ്റ്റ് എന്നിങ്ങനെ ഈ റൗണ്ട് ഫുള്ളും ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ലാസ്റ്റിൽ ഒരു ബാക്ക് പോസ്റ്റ് ചെയ്യുകയാണ്. വീണ്ടും ഒരു ഫ്രണ്ട് പോസ്റ്റ് ചെയ്യുക.
സ്റ്റാർട്ടിങ്ങിൽ 3 ചെയിൻ ചെയ്ത് അതിൻ്റെ നേരെ ടോപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. വീണ്ടും ചെയിൻ 3 ചെയ്യാം. ഈ ഫ്രണ്ട് പോസ്റ്റ് ചെയ്തതിൻ്റെ നേരെ മുകളിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഫ്രണ്ട് പോസ്റ്റ്, ബാക്ക് പോസ്റ്റ് ചെയ്തതിൻ്റെ മുകളിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ബാക്ക് പോസ്റ്റ്, ഒരു ഫ്രണ്ട് പോസ്റ്റ്, ഒരു ബാക്ക് പോസ്റ്റ്, ഒരു ഫ്രണ്ട് പോസ്റ്റ്, ബാക്ക് പോസ്റ്റ് എന്നുള്ളത് സെക്കൻഡ് റൗണ്ടിലും സെയിം റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് എത്ര റൗണ്ട് വേണമെങ്കിലും നമുക്ക് ഈ ഒരു പാറ്റേൺ ചെയ്ത് കൊടുക്കാം. സെക്കൻഡ് റൗണ്ടിൽ താഴെ ചെയ്ത ബാക്ക് പോസ്റ്റിൻ്റെ നേരെ മുകളിൽ ഒരു ബാക്ക് പോസ്റ്റ്, താഴെ ചെയ്ത ഫ്രണ്ട് പോസ്റ്റിൻ്റെ നേരെ മുകളിൽ ഒരു ഫ്രണ്ട് പോസ്റ്റ് എന്നുള്ള റൗണ്ട് മുഴുവനും ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ ഞാനിവിടെ സെക്കൻഡ് റൗണ്ടും ലാസ്റ്റ് എത്തിയിട്ടുണ്ട്. ഒരു ബാക്ക് പോസ്റ്റ് ചെയ്ത് ഫ്രണ്ട് പോസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ 3 ചെയിൻ ചെയ്തതിൻ്റെ നേരെ മുകളിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് സ്ലീവ് സ്റ്റിച്ച് ചെയ്യുക. വീണ്ടും ചെയിൻ 3 ചെയ്യാം. ഈ സെയിം പാറ്റേൺ തന്നെ, ഒരു ഫ്രണ്ട് പോസ്റ്റ്, താഴെ ചെയ്തതിൻ്റെ നേരെ മുകളിൽ ബാക്ക് പോസ്റ്റ്, ഒരു ഫ്രണ്ട് പോസ്റ്റ്, ഒരു ബാക്ക് പോസ്റ്റ്, ഒരു ഫ്രണ്ട് പോസ്റ്റ് എന്നുള്ള ഈ ഒരു പാറ്റേൺ ഈ തേർഡ് റൗണ്ടിലും സെയിം തന്നെ റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുക. റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ചെയിൻ 3 ചെയ്തതിൻ്റെ നേരെ മുകളിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഈ റൗണ്ട് കംപ്ലീറ്റ് ആവുന്നവരെ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഞാനിവിടെ റൗണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ലാസ്റ്റ് ഞാനൊരു ഫ്രണ്ട് പോസ്റ്റ് ചെയ്തു. എന്നിട്ട് 3 ചെയിൻ ചെയ്തതിൻ്റെ മുകളിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ 4 റൗണ്ട് ചെയ്തു. ഈ താഴെ ചെയ്ത അതേ സെയിം പാറ്റേൺ തന്നെ മുകളിലൊക്കെ ചെയ്തപ്പോൾ നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ നിങ്ങൾക്ക് ഇനിയും വേണമെങ്കിൽ കണ്ടിന്യൂ ചെയ്യുക. ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. ചെയിൻ 1 ചെയ്ത് യാണ് കട്ട് ചെയ്യാണ്. യാണ് ഇങ്ങനെ വലിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് അതിൻ്റെ മുകൾ ഭാഗം ആണ് ഇങ്ങനെ കിട്ടുന്നത്. അപ്പോൾ ഇത് സെൻറ്ററിന് 1 2 3 4 4 ചെയിന് കൗണ്ട് ചെയ്തിട്ട് നമുക്ക് യാണ് ആഡ് ചെയ്ത് കൊടുക്കാം. 1 2 3 ചെയിൻ ചെയ്യുക. അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു DC ചെയ്യുക. അടുത്ത ചെയിനിൽ ഒരു DC ചെയ്യുക. അടുത്ത ചെയിനിൽ ഒരു DC ചെയ്യുക. അടുത്ത ചെയിനിലും ഒരു DC ചെയ്യുക. ടോട്ടൽ നമ്മൾ 5 DC 3 ചെയിൻ ഒരു DC ആയിട്ട് കൗണ്ട് ചെയ്യും. 5 DC ആണ് ചെയ്യുന്നത്. ചെയിൻ 2 ചെയ്തിട്ട് വർക്ക് ടേൺ ചെയ്യുക. ഇനി സെക്കൻഡ് ചെയ്ത DCയുടെ മുകളിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു DC ചെയ്യുക. തേർഡിൻ്റെ മുകളിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് മൂന്നാമത്തെ DC ചെയ്ത് കൊടുക്കുക. മൂന്നാമത്തേൻ്റെ മുകളിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു DC ചെയ്യുക. നാലാമത്തതിൻ്റെ മുകളിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു DC ചെയ്യുക. അഞ്ചാമത്തെ സ്റ്റിച്ചിൻ്റെ മുകളിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു DC ചെയ്യുക. അപ്പോൾ ടോട്ടൽ നമുക്ക് ഓരോ റൗണ്ടിലും 5 സ്റ്റിച്ച് വീതം കിട്ടണം. ചെയിൻ 2 ഒരു സ്റ്റിച്ചായിട്ട് കൗണ്ട് ചെയ്യുക. അങ്ങനെ നമുക്ക് എത്ര മെഷർമെൻ്റ് ആണോ വേണ്ടത്, കുട്ടിയുടെ ലെങ്ത് ഇത് എടുത്തിട്ട് അര മുതൽ ഷോൾഡർ വരെ നമുക്ക് മെഷർമെൻറ്റ് എടുക്കുക. അപ്പോൾ മെഷർമെൻറ്റ് എടുത്തിട്ട് അര മുതൽ ഷോൾഡർ വരെ എത്രയാണോ വേണ്ടത്, അര മുതൽ ഷോൾഡർ വരെ നമുക്കിപ്പോൾ ഒരു 5 ഇഞ്ചാണ് ഉണ്ടെങ്കിൽ അത് ഡബിളാക്കുക. അത് നമ്മൾ ബാക്ക് സൈഡിലേക്ക് വരെ ചെയ്യണം. അപ്പോൾ 10 ഇഞ്ചിൽ എടുക്കുക. 3 ഇഞ്ചാണെങ്കിൽ 6 ഇഞ്ചിൽ എടുക്കുക. അങ്ങനെ അത്രയും ആ ഒരു മെഷർമെൻറ്റ് എത്തുന്ന വരെ നമുക്ക് ഈ ഒരു പാറ്റേൺ ചെയ്ത് കൊടുക്കുക. നമ്മൾ അടുത്തത് ചെയ്യാൻ വേണ്ടിയിട്ട് 1 2 3 3 സ്കിപ്പ് ചെയ്തിട്ട് ഞാനിങ്ങനെ ഈ ബാക്ക് സൈഡിലാണ് 1 2 3 1 2 3 മൂന്നാമത്തേൻ്റെ മുകളിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് യാണ് ബാക്ക് സൈഡിൽ കൂടെയാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. മറ്റേത് ഞാൻ ഫ്രണ്ട് സൈഡിലാണ് ചെയ്തിട്ടുള്ളത്. ഇത് സെക്കൻഡത്തെ ഒരു ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം 3 ചെയിൻ ചെയ്യുക. രണ്ടാമത്തേൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു DC ചെയ്യുക. മൂന്നാമത്തേൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു DC ചെയ്യുക. നാലാമത്തെ ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു DC ചെയ്യുക. അഞ്ചാമത്തേൽ ഒരു DC ചെയ്യുക. നേരത്തെ ചെയ്ത സെയിം പാറ്റേൺ തന്നെ ചെയ്ത് കൊടുക്കുക. 1 2 ചെയിൻ ചെയ്ത് വർക്ക് ടേൺ ചെയ്യുക. രണ്ടാമത്തേൽ DCയുടെ മുകളിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് രണ്ടാമത്തെ DC ചെയ്യുക. മൂന്നാമത്തേൻ്റെ മുകളിൽ മൂന്നാമത്തെ DC ചെയ്യുക. നാലാമത്തേൻ്റെ മുകളിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു DC ചെയ്യുക.
അഞ്ചാമത്തേൻ്റെ മുകളിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു DC ചെയ്യുക. അപ്പോൾ നേരത്തെ നമ്മൾ എത്രയാണോ മെഷർമെൻറ്റ് എടുത്തത് അത്രയും മെഷർമെൻറ്റിൽ ഈ ഒരു ഇതും ഈ ഒരു ലൈനും ചെയ്ത് കൊടുക്കണം. നമുക്ക് 5 DC ആണ് നമ്മൾ ഒരു ചെയിനിൽ ഒരു റോയിൽ വരുന്നത്. അപ്പോൾ ഓരോ റോ ചെയ്യുമ്പോഴും ഈ 5 DC കിട്ടുന്നുണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് 5 DC കിട്ടിയില്ലെങ്കിൽ നമ്മൾ മുകളിലേക്ക് വരുമ്പോൾ അത് കുറഞ്ഞു പോകും. അപ്പോൾ ഓരോ റൗണ്ടിലും നിങ്ങൾ കൗണ്ട് ചെയ്യുക. എനിക്കിവിടെ 14 15 ആ ഒരു ഇതിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരുടെയും കുട്ടികളുടെ അര മുതൽ ഷോൾഡർ വരെ എടുത്തിട്ട് അതിൻ്റെ ഡബിൾ എടുത്തിട്ട് വേണം ഈ ഒരു കയറ് നമ്മൾ തയ്യാറാക്കാൻ. ഇനി ലാസ്റ്റ് നമ്മൾ ചെയിൻ 1 ചെയ്യുക, യാണ് കട്ട് ചെയ്യുക, യാണിങ്ങനെ വലിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് വർക്ക് ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ഫിനിഷിംഗ് ആയിട്ടുള്ള ഭാഗമൊക്കെ ചെയ്യാനാണുള്ളത്. സെയിം യാൺ വെച്ചിട്ട് തന്നെ നമുക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ ഈ സെൻറ്ററിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഈ സെൻറ്ററിൽ 2 കയറിൻ്റെ സെൻറ്ററിലാക്കിയിട്ട് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമ്മൾ സെയിം യാണ് ആഡ് ചെയ്തിട്ട് ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് വീതം ചെയ്ത് കൊടുക്കാം. ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് വീതം ചെയ്യാം. നമ്മൾ സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്ത് യാൺ കട്ട് ചെയ്ത ആ ഒരു ബാക്ക് സൈഡ് ഉണ്ടല്ലോ, ആ ബാക്ക് സൈഡിൽ നിന്നാണ് നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് വീതം ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ആ കയറിൻ്റെ ഭാഗത്തേക്ക് എത്തുമ്പോൾ ആ കയറിൻ്റെ ഭാഗത്തേക്കും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഈ ഒരു ഭാഗത്തേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. നമ്മൾ ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. ഇനി ഈ കയറിൻ്റെ ഭാഗത്ത് മുഴുവനായിട്ടും ഓരോ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. ഈ കയറിൻ്റെ ഫുൾ ഭാഗവും നമ്മൾ ചെയ്ത് കൊടുക്കുക. ഈ ഒരു ഭാഗം നല്ലൊരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് കൊണ്ട് ചെയ്യുന്നത്. DC ആണ് നമ്മൾ ആ കയറിൻ്റെ ഭാഗം ചെയ്തിട്ടുള്ളത്. അപ്പോൾ DCയിൽ ഒരു ഭാഗത്ത് സ്പേസിൽ ഒരു സിംഗിൾ ക്രോഷേ ചെയ്യുക, DCൻ്റെ ഫസ്റ്റ് ഭാഗത്ത് ഒരു സിംഗിൾ ക്രോഷേ ചെയ്യുക. അങ്ങനെ ഒരു DCയിൽ നമ്മൾ 2 സിംഗിൾ ക്രോഷേ വീതം ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല ഫിനിഷിംഗ് ആയിട്ട് കിട്ടും. നമ്മൾ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ വീതം ഇങ്ങനെ ചെയ്യുക. ഈ കയറിൻ്റെ ഈ ഒരു അറ്റം വരെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിങ്ങനെ ഈ കയറിൻ്റെ ഓരോ അറ്റം വീതം ചെയ്ത് 2 കയറും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ഭാഗത്തുനിന്ന് വരെ ചുറ്റിലും ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് വീതം ചെയ്ത് അടുത്ത കയറുമലേക്കും ചെയ്യുക. എന്നിട്ട് ഇതുപോലെ തന്നെ ചുറ്റിലും ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് വീതം ചെയ്തിട്ട് നമ്മൾ ഫസ്റ്റ് ജോയിൻ ചെയ്ത ആ ഒരു സ്റ്റാർട്ട് ചെയ്ത ആ ഒരു ഭാഗത്തുനിന്ന് വരെ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 2 കയറിലും 2 ഭാഗത്താക്കിയിട്ടും നമ്മൾ ചെയ്യണം. ഇനി സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ചെയ്ത ആ ഒരു ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക, ചെയിൻ 1 ചെയ്യുക, യാണ് കട്ട് ചെയ്ത് കൊടുക്കാം. യാണ് വലിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മളിവിടെ ചുറ്റുഭാഗത്തും ഈ 2 കയറിൻ്റെ ചുറ്റുഭാഗത്തും നല്ല ഫിനിഷിങ് കിട്ടാനാണ് നമ്മളിങ്ങനെ ചുറ്റിലും സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഈ ഭാഗത്തൊക്കെ നമ്മൾ ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് വീതം അതുകൊണ്ട് ഈ ഭാഗമൊക്കെ നല്ലൊരു നീറ്റായി കിട്ടി. സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് വീതം ചെയ്തു. ഇനി നമ്മൾ ചെയ്യുന്നത് നമുക്ക് ഏത് കളറാണോ ആഡ് ചെയ്യേണ്ടത്, ഞാൻ ഇവിടെ വൈറ്റ് കളറാണ് ഇതിൽ ആഡ് ചെയ്യുന്നത്. എൻ്റെ കസ്റ്റമർ വൈറ്റ് കളറാണ് ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്, അതുകൊണ്ട് ഞാൻ വൈറ്റ് കളർ ആഡ് ചെയ്തു. നിങ്ങൾക്ക് ഏത് കളറാണ് യൂസ് ചെയ്യേണ്ടത് അങ്ങനെ യൂസ് ചെയ്യുക. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ
ആ ചെയ്ത ചെയിൻ വൺ ചെയ്തിട്ട് കട്ട് ചെയ്തിട്ടുള്ള ആ ഭാഗത്തുണ്ടല്ലോ, അടുത്ത് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് വീണ്ടും നമ്മൾ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ വീതം ചെയ്ത് കൊടുക്കുക. ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ വീതം ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഈ കയറിൻ്റെ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ അതേപോലെ തന്നെ നമ്മൾ ചുറ്റിലും ഓരോ സിംഗിൾ ക്രോഷ്യ വീതം ചെയ്ത് കൊടുക്കുക. നമ്മൾ നേരത്തെ സെയിം കളർ യാണ് കൊണ്ട് സിംഗിൾ ക്രോഷ്യ ചെയ്തതുകൊണ്ട് കുഴപ്പമില്ല. നേരെ അതിൻ്റെ മുകളിൽ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ വീതം ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ചുറ്റിലും ചെയ്തിട്ട് ഇങ്ങനെ ചുറ്റിലും ചെയ്യുക. ഈ ഒരു ഭാഗത്തെത്തുമ്പോൾ നമ്മൾ ഇതിൽ 2 എണ്ണം ചെയ്യുക. വീണ്ടും ഈ ഭാഗത്തെത്തുക. ഇങ്ങനെ ചുറ്റിലും ചെയ്തിട്ട് ഈ ഒരു ഭാഗം ഇങ്ങനെ ചെയ്യുക. ഈ ഒരു ഫ്രണ്ട് സൈഡും ചെയ്തിട്ട് ഇങ്ങനെ ഈ ഒരു കയറിൻ്റെ ചുറ്റിലും ഇങ്ങനെ ചെയ്തിട്ട് ഈ ഒരു എൻഡ് വരെ ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ ഞാനിവിടെ ഈ ഒരു ഭാഗത്ത് മുഴുവനും ഈ 2 കയറിൻ്റെ മുകളിലും, ഇപ്പം വൈറ്റ് ആയതുകൊണ്ട് നമുക്ക് പ്രത്യേകം കാണാം. ഇത് നമ്മൾ നേരത്തെ സെയിം കളർ യാണുകൊണ്ട് ചെയ്ത സെയിം പാറ്റേൺ തന്നെ വൈറ്റ് കളർ യാണുകൊണ്ട് നമുക്ക് ചെയ്ത് കൊടുക്കുക. സ്റ്റാർട്ടിങ്ങിൽ ചെയ്ത ആ ഒരു ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക, ചെയിൻ 1 ചെയ്യാം, യാണ് കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഈ യാണ് ഹൈഡ് ചെയ്ത് കൊടുക്കുക. നമ്മളെ വർക്ക് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു യാണ് നീഡിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ഉള്ളോട്ട് തുന്നി കൊടുത്താലും മതി, അല്ലെങ്കിൽ ഇങ്ങനെ ബാക്ക് സൈഡിലേക്ക് എടുത്തിട്ട് നമുക്കൊരു നോട്ടിട്ട് കൊടുത്താലും മതി. എന്നിട്ട് ബാക്കി വരുന്ന യാണ് നമുക്ക് കട്ട് ചെയ്തിട്ട് ഒഴിവാക്കി കൊടുക്കാം. കട്ട് ചെയ്ത് കൊടുക്കുക, യാണ് കട്ട് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മളെ ബാക്ക് സൈഡാണ്. ഇനി ഇങ്ങനെ നമുക്ക് ഇനി നമ്മൾ ഈ അടിഭാഗത്തും നമുക്ക് ഈ വൈറ്റ് യാണൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഈ യാണ് നമുക്ക് ഹൈഡ് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് ഇത് ബാക്ക് സൈഡിലേക്ക് ഇങ്ങനെ പിടിച്ചു കൊടുക്കുക. ഈ ഒരു യാണിൻ്റെ സെയിം ഭാഗത്ത് നമുക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ചെയിൻ 1 ചെയ്തിട്ട് ഇതേപോലെ തന്നെ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് വീതം ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ബാലൻസ് വരുന്ന ആ യാണും ഈ വൈറ്റ് യാണും നമുക്ക് ബാക്കിലേക്ക് ഹൈഡാക്കി പിടിച്ചിട്ട് ഈ ഒരു ഹൈഡാക്കി പിടിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ സ്റ്റിച്ചസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പിന്നെ ആ നൂലിങ്ങനെ തൂങ്ങിക്കിടക്കില്ല. അപ്പോൾ ഓരോ ചെയിനിലും നമുക്ക് ഓരോ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് വീതം ചെയ്ത് കൊടുക്കാം. ചുറ്റിലും ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ വീതം ചെയ്ത് കൊടുക്കുക. നമ്മൾ 40 ചെയിൻ സ്റ്റിച്ച് ഇട്ടിട്ടാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ആ 40 ചെയിനിലും ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ വീതം ചുറ്റിലും ചെയ്തിട്ട് ഈ ഒരു എൻ്റെ എത്തുന്നവരെ ചെയ്ത് കൊടുക്കുക. അതുപോലെ അടുത്ത കാലിനും ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ചെയിൻ 1 ചെയ്ത സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാണ്. ചെയിൻ 1 ചെയ്യുക, യാണ് കട്ട് ചെയ്യുക. പൊട്ടിയാണ് വലിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ഈ യാണ് നമുക്ക് ബാക്ക് സൈഡിലേക്ക് ഒന്ന് ഹൈഡാക്കി കൊടുക്കാം. ബാക്ക് സൈഡിലേക്ക് ഇങ്ങനെ എടുത്തിട്ട് ഒരു നോട്ട് ഇട്ട് കൊടുക്കുക. ഞാൻ അവിടെ ചെയ്ത് ഫ്രണ്ടിലേക്ക് വൈറ്റ് കാണുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്ന് റിമൂവ് ചെയ്തിട്ട് ഒന്നും കൂടി കാണാത്ത വിധത്തിൽ ചെയ്ത് കൊടുക്കുക.
സെയിം കളർ ആണെങ്കിൽ കുഴപ്പമില്ല. അത് നമ്മൾ സെയിം കളർ ആണല്ലാത്തതുകൊണ്ട് ബാക്ക് സൈഡിലേക്ക് ഇങ്ങനെ എടുത്ത് കാണും. അതുകൊണ്ട് നമുക്ക് ബാലൻസ് വരുന്നതാണ് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് അടുത്ത കാലിനും ചെയ്യാം. അപ്പോൾ കാല് നല്ല ഫിനിഷിങ് ആയിട്ടുണ്ട്. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ആ ഒരു ഭാഗത്ത് തന്നെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഈ ആണ് ആഡ് ചെയ്ത് കൊടുക്കുക. ചെയിൻ 1 ചെയ്യുക, ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ നമ്മൾ ബാക്ക് സൈഡിലേക്ക് ആ 2 യാണും ആഡ് ചെയ്ത വൈറ്റ് യാണും ആ ബാലൻസ് തൂങ്ങിക്കിടക്കുന്ന ആ ഒരു കളർ യാണും ബ്ലൂ കളർ യാണും കൂടി ബാക്ക് സൈഡിലേക്ക് ഹൈഡ് ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് വീതം ചെയ്യുന്നത്. അങ്ങനെ ചുറ്റിലും ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് ചെയിൻ 1 ചെയ്ത ആ സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. ചെയിൻ 1 ചെയ്യുക, യാണ് കട്ട് ചെയ്യുക. നേരത്തെ ചെയ്ത പോലെ തന്നെ യാണ് നമുക്ക് ഉള്ളിലേക്ക് വലിച്ചിട്ട് നമുക്കൊരു നോട്ട് ഇട്ടിട്ട് ബാലൻസ് വരുന്ന യാണ് കട്ട് ചെയ്ത് കൊടുക്കുക. ഫ്രണ്ട് സൈഡിലേക്ക് കാണാത്ത വിധത്തിൽ വേണം നോട്ട് ഇടാൻ. ഇപ്പം നമുക്ക് ഇവിടെ ഈ ബാലൻസ് വരുന്നതാണ് ഇവിടെ കട്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ 2 കാലും നമ്മൾ സസ്പെൻഡർ അല്ലെങ്കിൽ റോംബർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിന് 2 ബട്ടൺസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കയറിൻ്റെ മുകളിൽ വേണമെങ്കിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ റോംബർമേൽ 2 ബട്ടൺ വെച്ച് കൊടുക്കാം. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഞാനിവിടെ റോംബറിൻ്റെ മുകളിലാണ് ഈ 2 ബട്ടൺ വെക്കുന്നത്. എന്നിട്ട് നമുക്ക് ഇതൊന്ന് തുന്നി കൊടുക്കാം.